ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഒക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയോടെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ നിക്കാഹ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ 2019 ഞങ്ങളുടെ കല്യാണം. ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതാ രാവിലെ എണീറ്റപാടെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാറ് റിസപ്ഷൻ്റെയും കൂടി ഡേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് സെപ്റ്റംബർ 8 ആണ്. പക്ഷേ ഇത്തവണ ഫ്രൈഡേ നമ്മൾ നിക്കാഹ് ആനിവേഴ്സറി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തേക്ക് മാറ്റിയത്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഇക്കാക്ക് ഓഫ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എണീറ്റത്. തലേദിവസം നമ്മൾ കുറച്ച് വൈകിയായിരുന്നു ഉറങ്ങിയതും. അങ്ങനെ ആദ്യം തന്നെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മേടിച്ച് ചെമ്മീൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല, ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ച് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനും ഇട്ട് പൊടിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം വാവയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ചെമ്മീൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ റോസ്റ്റിന് എടുത്ത് കൊടുത്താലും അതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താലും ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ ഇക്കാക്ക് ഇതിൻ്റെ കൂടെ ഇടിയപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പം കഴിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ബ്രെഡ് ആക്കാമെന്ന് വിചാരിച്ചു. അതിനിതാ നമ്മൾ ചെമ്മീനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചേക്കൊന്ന് വേവിക്കുന്നുണ്ട്. അങ്ങനെ ചെമ്മീനുള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ചെമ്മീൻ ഞാൻ കുറച്ച് കൂടുതൽ സമയം വേവിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടിയപ്പം കൂടിയൊക്കെ ഒന്ന് ആവി കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇടിയപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ ബ്രെഡും കൂടി ആവി കയറ്റുന്നുണ്ട്. നമ്മൾ ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് ആവി കയറ്റി കഴിയുമ്പോൾ ബ്രെഡ് നല്ല പഞ്ഞി പോലെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ബ്രെഡാണെങ്കിൽ പോലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ബ്രെഡ് സമൂസ ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ വെച്ച് ആവി കയറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റിന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മൾ ചെമ്മീൻ റോസ്റ്റിൻ്റെ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്തവണ കിട്ടിയ നമ്മൾ ചെമ്മീനൊക്കെ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചായയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ കടുംചായയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ ചായ കുടിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇക്കാക്ക് വേണ്ടി മാത്രമേ ചായയൊക്കെ ഇടുന്നുള്ളൂ. അങ്ങനെ ഒരു 10:15 ആയപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുണ്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവയെ എണീറ്റിട്ടുണ്ടായിരുന്നു, ആൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡും ചെമ്മീൻ റോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഈ റോസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ ബ്രെഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലു പോയി ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഒരുങ്ങുന്ന സമയം നോക്കി വാവ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇട്ട് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വേണ്ട, ഇത് വേണ. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒന്ന് മുടിയും കൂടിയൊക്കെ ഒന്ന് കെട്ടിയാൽ മതി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ വാവ ഇട്ടിരിക്കുന്ന ഈ ഒരു ടീഷർട്ട് ഇക്കയുടെ മാമ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ബർത്ത്ഡേക്ക്. നല്ല അടിപൊളി സാധനമായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി നിന്ന ടൈമിൽ ഡ്രൈവർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആൾ വരാൻ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു.
അതുപോലെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മിക്ക കടകളും ഓഫായിരുന്നു കേട്ടോ. വഴിയിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ ലുലുവിൽ പോയിട്ട് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 50% ഓഫറൊക്കെ ഉണ്ടായിരുന്നു, 50 ആനിവേഴ്സറി ഒക്കെ പ്രമാണിച്ച്. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുക്കള സാധനങ്ങൾക്കെല്ലാം നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ അത്രയും പോലും ഓഫർ ലുലുവിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു, നമ്മളാണെങ്കിൽ പോയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാ കുറച്ച് നേരം ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ലുലുവിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് കുറച്ചധികം സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ തിരക്കൊക്കെ വന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റത്തിന് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് നോക്കുന്നില്ല. ജസ്റ്റ് ഭാവിക്കുള്ള ഡ്രസ്സും എനിക്കുള്ള ഡ്രസ്സും ഒക്കെ നോക്കാനായിട്ടോ വന്നത്. പിന്നെ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റും സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കാണുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഭാവിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കുഞ്ഞുങ്ങളുടെ സൈഡിൽ വലിയ സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറിയ രീതിയിൽ ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ നോക്കിയത്. പക്ഷേ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയ ഭംഗിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വാവയ്ക്ക് കൂടുതലും ജീൻസും ടോപ്പും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ചേരുന്നത്. പക്ഷെ എന്നാലും ബർത്ത്ഡേ വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത്, അതുകൊണ്ട് ആൾക്ക് ഒരു ഫ്രോക്കും എല്ലാം നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്രോക്കൊക്കെ ആൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കൊട്ടും ചേരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല റേറ്റാണ്. പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും കൊള്ളില്ല, വേണമെങ്കിൽ ഓണത്തിനൊക്കെ ഇടാൻ കൊള്ളാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്ക് അതൊന്നും എടുക്കുന്നില്ല. പിന്നെ ഞാൻ നേരെ എൻ്റെ സെക്ഷനിലോട്ട് പോകുന്ന ടൈമിൽ ഇവിടെ ഒരുപാട് സെറ്റ് സാരിയും കളക്ഷനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ സെറ്റ് സാരിയൊക്കെ കാണുന്നത്. നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. എല്ലാം 3000-4000 റേഞ്ചാണ് കേട്ടോ വരുന്നത്. എനിക്കൊന്ന് നാട്ടിൽ ഇതിൻ്റെ പകുതി വിലയുള്ളതെന്ന് തോന്നുന്നു. നാട്ടിൽ വെച്ച് ഞാൻ സെറ്റ് സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാരിക്ക് 4000 സംതിങ് ആണ് കേട്ടോ വരുന്നത്. ഇത് ഫുള്ള് കസവൊക്കെ വന്നതാണ്. കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അതുപോലെ തന്നെ പട്ടുപാവാട ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ നാട്ടിൽ നൈസിന് പട്ടുപാവാടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റേറ്റ് എത്രയാണെന്ന് നോക്കിയില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം എൻ്റെ സെക്ഷനിലെത്തി. അപ്പോൾ ഇവിടെ കുർത്തിയൊക്കെ ഉണ്ടായിരുന്നു, 50% ഓഫ് എന്നൊക്കെ പറഞ്ഞു. കുർത്തീസൊക്കെ അത്യാവശ്യം ലുക്ക് ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ നാട്ടിൽ 1700 അത്രയൊക്കെ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇതുപോലത്തെ അബായ സെക്ഷനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വലിയ ലുക്കൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ടോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം മീഡിയം ടോപ്പ് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് അതും ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഇത് എടുക്കാൻ തീരെ പ്ലാനില്ല, എന്നാലും ഒന്ന് ഇട്ട് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇതിന് 4000 സംതിങ് ഒക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ സെലക്ഷനും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ടോപ്സൊക്കെ അത്യാവശ്യം സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ടോപ്പെല്ലാം നോക്കിയതിന് ശേഷം അവസാനം ഒരു കുർത്തിയും അതുപോലെ തന്നെ ജീൻസും ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതാണ്, പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്ന് വിട്ടു. സംഭവം ഒരുപാട് ടൈപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലായത് എൻ്റെ വണ്ണം നല്ലപോലെ കൂടിയിട്ടുണ്ടെന്ന്. മുമ്പത്തെക്കാട്ടിയും ഡ്രസ്സിൻ്റെ സൈസും എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ വണ്ണം വെക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് ഈ സൈസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വൺ ഷോകായിരുന്നു കേട്ടോ. അതിനുശേഷം ഇവിടെ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ നല്ല ലുക്കായിരുന്നു. പിന്നെ ഐസിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മേടിക്കാനൊന്നും പ്ലാനില്ല, ആൾക്ക് ഇവിടെയും അതുപോലെ നാട്ടിലുമായിട്ട് ഒരുപാട് ടോയ്സും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് മേടിക്കുന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഈ സെക്ഷനിലൊക്കെ ഒന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലുലുവിൽ നമ്മൾ അധികം സാധനം മേടിക്കാൻ വന്നില്ലെങ്കിലും ഒട്ടുമിക്ക സെക്ഷനും കയറിയിട്ടേ നമ്മൾ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ട ടെഡ്ഡി ബിയറാണ് കേട്ടോ. നല്ല ലുക്കായിട്ടുള്ള ടെഡ്ഡി ബിയർ ഉണ്ടായിരുന്നു.
ഐസിന് വീട്ടിൽ പല ടൈപ്പ് ടെഡ്ഡി ബിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്കൊന്നും മേടിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ വെച്ച് ആളെ കളിപ്പിക്കുന്നൊക്കെയാണ് കേട്ടോ. ആദ്യമൊക്കെ താഴെ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നെങ്കിലും പിന്നീട് ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടോയ്സിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ നല്ലപോലെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇക്കയുടെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇത് ഗെയിമിൻ്റെയൊക്കെ സാധനങ്ങളുടെയാണ്, അതായത് PS4 ഒക്കെയാണ്. ഈ ഒരു സെക്ഷനിൽ ഇക്ക എപ്പോഴും വന്നിട്ട് പോകത്തുള്ളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഇതാ അവിടെ നിന്നും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഹാൻഡ് വാഷൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മൾ കേക്കിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ചീസും അതുപോലെ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഒരു തവണ മേടിച്ചാണ്, പക്ഷെ തീരെ കൊള്ളത്തില്ലായിരുന്നു. ഒരു ഫുൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് അകത്ത് കല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടില്ല. അതിൻ്റെ അപ്പുറം ഒരുപാട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലെത്തി. എപ്പോഴും നമ്മൾ ഫുൾ കേക്കാണ് മേടിക്കുന്നത്, പക്ഷേ ഇത്താണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി കേക്കാണ് കേട്ടോ മേടിച്ചത്. പീസ് കേക്കാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഇവിടെ ഒരുപാട് അടിപൊളി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ലുക്കായിരുന്നു. ആദ്യം നമ്മൾ വിചാരിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് എടുക്കാമെന്ന്, പിന്നെ അത് മാറി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ എടുത്തത്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം മേടിച്ചതിന് ശേഷം നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ബില്ലടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ 1 ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബില്ലൊക്കെ ഒന്ന് അടിക്കാൻ പറ്റിയത്. അങ്ങനെ അതിൻ്റെ ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ണം വെച്ച് വിഷമമൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ KFC ആണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഇവിടുന്ന് KFC കഴിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫുഡും കിട്ടും കേട്ടോ. KFC ആണെങ്കിലും കേരള ഫുഡാണെങ്കിലും തമിഴ്നാട് ഫുഡാണെങ്കിലും മൊമോസ് ആണെങ്കിലും ഒക്കെ കിട്ടും. പക്ഷേ മൊമോസിൻ്റെ കടയുടെ എന്തോ പണി നടക്കുകയാണ് കേട്ടോ. പക്ഷേ വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇവിടെ ഗെയിമിൻ്റെ സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ KFCക്ക് വേണ്ടി ക്യൂ നിൽക്കുവാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമുക്കുള്ള ഫുഡാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ KFC വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ പീസായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമതും മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഒരു പ്ലേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിച്ച് ജസ്റ്റ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടൈം ആയപ്പോൾ കറക്റ്റ് വാവ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ക്രീം കേക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ആൾ ക്രീം കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കേക്ക് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല മെൽറ്റാകുന്ന ടൈപ്പ് കേക്കായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് രണ്ടാമതും KFC മേടിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ രണ്ടാമത് പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പീസ് മേടിക്കാനായിട്ടോ ആൾ പോയത്. പക്ഷെ പോയിട്ട് വന്നപ്പോൾ 4 പീസാണ് കേട്ടോ കൊണ്ടുവന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ KFC. നല്ല ഫ്രഷും നല്ല ക്രിസ്പി ആയിട്ടുള്ള സംഭവമായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നല്ല തിരക്ക് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിൽ വിതറിയിരിക്കുന്ന പൊടിക്കും നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. സാധാരണ ചില്ലി പൗഡറാണ്, പക്ഷേ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുവാണ്. അപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു KFC കഴിച്ചിട്ട്. മിക്കവാറും നമ്മൾ ബ്രോസ്റ്റഡാണ് കേട്ടോ മേടിക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി പാഴ്സൽ എടുക്കുമായിരുന്നു. കാരണം കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ്. പിന്നെ വാവയ്ക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. ആളും കുറച്ചൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് ആൾക്ക് ഇഷ്ടപ്പെടാത്തത്. പിന്നീട് നമ്മൾ ഡ്രൈവറിക്കാനെ വിളിച്ചെങ്കിലും ഡ്രൈവറിക്ക് വരാൻ കുറച്ചധികം വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചധികം സമയം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് വിട്ടത്.
അങ്ങനെ KFC ഒക്കെ കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐസിന് വേണ്ടി മാത്രം കഞ്ഞിയും പയറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ആൾ പൗഡറിലൊക്കെ കളിച്ച് ഈ ഒരു ലുക്കിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം. അതുപോലെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.